ചേട്ടാ 5 മാസത്തെ EMI മുടങ്ങി കിടക്കുന്നത്. നിങ്ങൾക്ക് 1 മാസത്തെ EMI അടയ്ക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇന്ന് പൈസ കിട്ടാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. മോനെ മനഃപൂർവ്വം അല്ലടാ. 1.5 മാസമാടാ ജോലിക്ക് പോയിട്ട്. ഹോസ്പിറ്റലിൽ വീട് കയറി ഇറങ്ങി മടുത്തടാ. എടാ ഞാൻ അടച്ചോളാടാ, എന്റെ നിവർത്തികേട് കൊണ്ടാ. എടോ തന്റെ സെന്റിമെന്റ്സും ദാരിദ്ര്യവും ഒന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. എടോ ഒരു ഒറ്റ മാസത്തെ EMI അടയ്ക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എടോ താനൊക്കെ ഇങ്ങനെയാണെങ്കിൽ താനെന്തിനാണ് ലോൺ എടുത്തത്? എടാ മോനെ ആൾക്കാരൊക്കെ നോക്കുന്നടാ, ഒന്ന് പതുക്കെ. ഞാൻ അടുത്ത മാസം അടച്ചോളാടാ. എന്റെ ഇരിപ്പ് ഇല്ലാത്തോണ്ടാ. നീ ഒന്ന് പോ, ബഹളം വെക്കാതെ. നാണം കേടണോടോ, താനൊക്കെ നാണം കേട്ടാലേ പഠിക്കത്തുള്ളൂ. ലോൺ എടുക്കാൻ വന്നപ്പോൾ തനിക്ക് അറിയത്തില്ലായിരുന്നു ഈ നാണക്കേടൊക്കെ സംഭവിക്കുമെന്ന്. ഇന്ന് ഇവിടുന്ന് പൈസ കിട്ടാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല. എടി ഞാൻ പൈസ എടുത്തേ. ചേട്ടാ അത് മരുന്ന് വാങ്ങിക്കാനുള്ളതാ. എടി അതിലും വലിയ അഭിമാനമാണ് നീ അതൊക്കെ തന്നെ. എടാ എന്നാ പിടി. നീ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, നീ മുടിഞ്ഞു പോകും. ചേട്ടാ ഈ പൈസ എനിക്ക് വേണ്ട ചേട്ടാ. ഇതിപ്പോ ഞാൻ മേടിച്ചുകൊണ്ട് പോയ ചേട്ടന്റെ ശാപം എൻ്റെ കൂടെ വരും. ഇത് ചേട്ടൻ വെച്ചു. എടാ മോനെ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞ ഇത് നീ കൊണ്ടുപോക്കോ, എനിക്ക് വേണ്ട. സാരമില്ല ചേട്ടാ, ചേട്ടൻ ഇത് വെച്ചു. അല്ല. വേറൊന്നും കൊണ്ടല്ല ചേട്ടാ, എനിക്കുണ്ടൊരു ഫാമിലി. അച്ഛൻ, അമ്മ, ഭാര്യ, കുഞ്ഞ്. അവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശാപം പിടിച്ച ജോലി ഞാൻ ചെയ്യുന്നത്. കമ്പനിക്ക് നിങ്ങളുടെ സെന്റിമെന്റ്സോ ദാരിദ്ര്യമോ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പൈസ മതി. നിങ്ങളുടെ ശാപം മൊത്തം എത്തുന്നത് ഞങ്ങളെപ്പോലുള്ള കളക്ഷൻ ഏജന്റുമാർക്ക്. ഇന്ന് ഞാൻ, നാളെ വേറൊരാൾ. ഇതിങ്ങനെയൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും.